ഫർഹാൻ സ്റ്റോൺ ഫേസ്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കയ്യിൽ പ്രകാശേട്ടൻ ആരോ വന്നു, സുനിലേട്ടനും പ്രകാശേട്ടനോട് കണ്ടിട്ടുണ്ട് ഫർഹാൻ ട്രോമയിലായി പോയി എന്ന് പറഞ്ഞു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റീവ് ലോപ്പസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് രാജീവേട്ടൻ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ സ്റ്റോൺ ഫേസ്. ഞാനിപ്പം ഓരോ സീനും ചെയ്യുമ്പോൾ രാജീവേട്ടൻ എന്ന് പറയും ഡ്രാമ വേണ്ട സ്റ്റോൺ ഫേസ് മതി, സ്റ്റോൺ ഫേസ് മതി. എല്ലാ സീനിലും ഇതായിരുന്നു. പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവന്റെ മുഖത്ത് ഇത് മാസം അതിലിങ്ങനെ ചാടി വരുന്ന സീനുണ്ട്. ഞാൻ നോക്കിയപ്പോ അതേ സീനാണ് ഏകദേശം ലാലേട്ടൻ ജയിലിന്റെ അവിടെ നിന്ന് ചാടി. ഇന്ന് തന്നെ ആ ചാനൽ വിളിച്ച് ലോക്ക് ചെയ്യണം. ഫാൻ ബോയ് അതേ ചേഷ്ടകളൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇരിക്കുമ്പോ പോലും ചേട്ടൻ ആ ചെരിവുണ്ടായിരുന്നു. സത്യം പറയും, ചേട്ടൻ കൊണ്ടുവന്നാണോ? ലാലേട്ടൻ പണ്ട് യൂസ് ചെയ്യുന്ന കുറെ എലിമെന്റുകളൊക്കെ കാലെ പിടിക്കാൻ അപ്പൊ അതൊക്കെ പ്രകാശനെ കൊണ്ട് ചെയ്യിക്കുമ്പോ ലാലേട്ടൻ ഭയങ്കര എൻജോയ് ചെയ്തു. അങ്ങനെ ചെയ്യും, അതങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഞാൻ പ്രകാശ് അങ്ങനെ ചെയ്യും. അതും ഒരു കൗതുകമായിരുന്നു. ലാലേട്ടൻ നമ്മളെ രസിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും പ്രകാശനെ കൊണ്ട് ഇപ്പുറത്ത് പറയിച്ചിട്ട് അത് ലാലേട്ടൻ കണ്ട ആസ്വദിക്കും. സെൽഫ് ട്രോളൊക്കെ ലാലേട്ടൻ സ്വയം നല്ല പുളിയുള്ള തൈര് കൊണ്ടുള്ള പുളിശ്ശേരിയും പുളിയില്ലാത്ത തൈര് കൊണ്ടുള്ള പച്ചടിയും 4 വ്യത്യസ്ത രുചികളിലായി തൈര് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. തരുൺ ചേട്ടന്റെ ഈ കാസ്റ്റിംഗ് പ്രോസസ്സ് ഭയങ്കര രസമാണ്. ഇപ്പൊ ഈ മൂവിയിൽ തന്നെ ആയാലും ഓരോരുത്തരെ എടുക്കുന്നത് ഭയങ്കര സ്റ്റോറി ആയിട്ട് തരുൺ ചേട്ടൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫർഹാൻ ചേട്ടൻ എങ്ങനെയാണ് ഇതിലേക്ക് ഒരു എൻട്രി? അതെ, ഫർഹാൻ ചേട്ടൻ ഇല്ല, ഞങ്ങള് ബിനുചേട്ടൻ ഓൾറെഡി കാസ്റ്റിംഗ് വൈസ് കൺഫേംഡ് ആയിരുന്നു. പ്രകാശേട്ടനും ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രകാശേട്ടൻ ആയിരിക്കും എന്നുള്ളൊരു ധാരണയിലെത്തി. അപ്പം നമ്മൾ ഈ ആരായിരിക്കും സുധീഷ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പല ഡിസ്കഷൻസും പോയി. അപ്പം പല പല ഓപ്ഷൻസ് വന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള എവിടെയൊക്കെയോ റിപ്പീറ്റ് ആകുമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് പലതും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഈ സുധീഷിൻ്റെ സീൻ്റെ അത് ഭയങ്കര പെർട്ടിക്കുലറായിട്ട് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര നമ്മളൊരു ഡയറക്ടറെ കൊതിപ്പിക്കുന്ന കുറേ സീക്വൻസിൻ്റെ അകത്ത് സുധീഷിനെ ഈ കമ്പത്ത് കൊണ്ടുപോയി വിരലൊക്കെ ഒടിക്കുന്ന സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ്. കാരണം ആ ഇമോഷൻ കാണുന്നവന് കൊടുക്കണം. അപ്പം നമ്മൾ ഒടിക്കുന്നില്ല എന്നാൽ പോലും അത് ഒടിയുന്നുണ്ട് എന്നൊക്കെ കാണുന്നവന് അയ്യോ എന്നൊക്കെ തോന്നിപ്പിക്കണം. അപ്പം അങ്ങനെ വേണമെങ്കിൽ നല്ല കണ്ണുള്ളൊരുത്തം വേണം. അത് നല്ല കണ്ണുള്ള ആക്ടേഴ്സിന്റെ കൂട്ടത്തിൽ ഫഹദ് ഫാസിലാണ് നല്ല കണ്ണുള്ള. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ അപ്പം എനിക്ക് ജാവ കഴിഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്. നമ്മൾ സിനിമകൾ ഓരോ സിനിമ കാണുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാറുണ്ട്. അപ്പം ഞാനും ബിനുചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഫർഹാന്റെ കണ്ണ് നല്ലതല്ലേ, ഈ ഫഹദിനെ കൊള്ള പോലെ ഇമോട്ട് ചെയ്യാൻ പറ്റുന്നൊരു കണ്ണാണല്ലോ, ഫർഹാനെ കാസ്റ്റ് ചെയ്താലോ അങ്ങനെ. ബിനുചേട്ടനാണ് ഫർഹാനെ. അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി തപ്പിയപ്പം വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഫോട്ടോയിൽ മാത്രമേ മച്ചാൻ മീശ വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം താടി. അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ബിനുചേട്ടാ ഈ ലുക്കിൽ ഫർഹാനെ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണെന്നും. പിന്നെ ബിനുചേട്ടനാണ് വിളിച്ച് സംസാരിക്കും. പിന്നെ ഞങ്ങൾ വന്ന് കഥയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓരോ ഷോട്ട് എടുക്കുമ്പോൾ പറയും നിന്റെ കണ്ണ് കണ്ടിട്ടാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്, കണ്ണിൽ മാക്സിമം കാര്യം തന്നേക്കണം എന്ന് റിമൈൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ദിവസം പറഞ്ഞു, അതെ ഇടക്കിടക്ക് എന്നെ കണ്ണെന്ന് പറയുന്നത്, ഫഹദിന് കണ്ണുണ്ട് എനിക്കും കണ്ണുണ്ട്, ഫഹദ് വേറെ ഞാൻ വേറെ, ഫഹദിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണമെന്ന് എന്നെ എക്സ്പെക്ട് ചെയ്യരുത്. അതായിരുന്നു. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് സുധീഷ് അങ്ങനെ. അല്ല, ആ കാർ എന്നുള്ള സീനിലൊക്കെ കാരണം സുധീഷിന് അറിയാത്തൊരു കഥയാണ് അയാൾ അപ്പം ജോർജ് ഉണ്ടാക്കി പറയുന്നത്. അത് ബെന്നിക്കും അറിയില്ല. പക്ഷെ ബെന്നിക്ക് ഈ ബോഡി ഉണ്ടെന്നുള്ള കാര്യം ബെന്നിക്ക് അറിയാം. പക്ഷെ സുധീഷിന് അതുപോലും അറിയില്ല. സുധീഷിന് വേറെ എന്തോ കള്ളത്തരം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഫുൾ സുധീഷിന്റെ പേര് വെച്ചിട്ടാണ് അപ്പൊ അവിടെ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ എഴുത്തിലാണെങ്കിൽ പോലും ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സുധീഷ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും നമുക്കറിയില്ല. ഇപ്പം ബെന്നി ഇങ്ങനെ ആയിരിക്കും, ജോർജ് സാർ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ഈ സുധീഷ് എങ്ങനെയായിരിക്കും ഈ പെർട്ടിക്കുലർ സീനുകളിൽ എക്സ്പ്രഷൻസ് തരാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പൊ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഈ പറയുന്ന അയാളും പല കാര്യങ്ങളും ഓൺ ദ വേയിൽ ആണ് അറിയുന്നത്. അതായത് ബെൻസ് കുടുങ്ങുന്ന പോലെ തന്നെയാണ് സുധീഷ് ഇതിൻ്റെ അത് കുടുങ്ങി പോകുന്നത്. അപ്പൊ നമുക്കിത് പക്ഷെ പ്രേക്ഷകനത് തോന്നാനും പാടില്ല. അപ്പൊ അത് ഭയങ്കര ഡിസ്കഷൻ ഒരുപാട് നടന്നതേ. ഇവിടെ എന്ത് ഇമോഷൻ ഇടണം തരണം എന്നൊന്ന് ചോദിക്കും. നമ്മൾ ഇങ്ങനെ ഒരു അപ്പം ഭയങ്കര നമ്മളത് ഒരുപാട് ഡിസ്കസ് ചെയ്തു. ഒരു ചെറിയ ഇമോഷൻ ആണെങ്കിൽ പോലും ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നമ്മൾ പ്രേക്ഷകനെ പറ്റിക്കാൻ വേണ്ടി ഇമോഷൻ ഇടണ്ട. നീ എന്താണോ തുടക്കത്തിൽ നിനക്ക് ഫീൽ ചെയ്യുന്നത് അത് ഓർഗാനിക്കലി ആ കഥാഗതിയിൽ തന്നെ പോയി. അപ്പൊ അയാൾക്ക് എതിർക്കാനും പറ്റൂല. കാരണം അധികാരം മറ്റു രണ്ടുപേർക്ക് കൂടുതലാണ്. കാരണം ഒരാൾ SI ആണ്, ഒരാൾ CI ആണ്.
കാരണം ഇയാളുടെ ഒരു എന്താ പറയാ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ അത്തരം ഒരു പോലീസുകാരന്റെ അവസ്ഥയാണ് തുടക്കത്തിൽ ഒരു പെങ്ങളെ കല്യാണത്തിന്റെ ലീവിന് വേണ്ടി കെഞ്ചിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇതാണ് ഇയാളുടെ ഒരു ക്യാരക്ടറും, അല്ലെങ്കിൽ ആ സുധീഷ് എന്ന് പറയുന്ന ആൾ അങ്ങനെയാണ്, ഒരു കുറച്ചൊരു പാവത്താനാണ്. അപ്പം അത് കഴിഞ്ഞിട്ടും പറയുന്നുണ്ട് അവൻ വീടൊക്കെ കല്യാണമൊക്കെ ഗംഭീരമായിട്ട്. ഫസ്റ്റ് ദിവസം ഇങ്ങനെ അഭിനയിക്കാനായിട്ട് വന്നു. അപ്പം മരണ വീടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ ഇടയിലും പോയിട്ട് ഞാനിങ്ങനെ മ്യൂസിക് ഒക്കെ ഇട്ടാ ഇങ്ങനെ വീട്ടിൽ ബോഡി കൊണ്ടുവരുന്നു, അവസാനം അർഷയായിട്ട് വരുന്നു, അർഷേനെ മുന്നോട്ട് കയറ്റി വിടുന്നുള്ള. അപ്പം ഫസ്റ്റ് സിനിമയിൽ ആദ്യമായിട്ട് ഇവനെ ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് സീൻ അതാണ്. അപ്പൊ നമ്മള് ഓൾറെഡി മുറിവൊക്കെ ഇട്ടു, എന്നിട്ട് അതനുസരിച്ച് വേണമെങ്കിൽ അവിടെ തന്നെ ഇടിയൊക്കെ കൊള്ളണം. അപ്പൊ നമ്മള് തൽക്കാലത്തേക്ക് മുറിവും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞു കണ്ണിൽ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ്. അപ്പൊ ഓർഡറിൽ ഷൂട്ട് ചെയ്ത് ബോഡി കൊണ്ടുവന്ന് എടുക്കാൻ ഷൂട്ട് ചെയ്ത് 2 ദിവസം ഷൂട്ടാ. നല്ല മഴ, ശോഭന മാമിന്. അപ്പൊ നമ്മള് നല്ലൊരു ഇമോഷണൽ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് ആ സീൻ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവന്റെ സീൻ വരുന്നതിന് തൊട്ട് മുമ്പ് അതിനു മുമ്പേ തരുണും ഓരോ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് എല്ലാ ആക്ടേഴ്സിനോടും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. ശോഭനാമനെടുക്കാലും മണിയമ്പിള്ള രാജെടുക്കാലും ഇവൻ ബാക്കി നിൽക്കുന്ന സംഗീന്റെ അടുക്കൽ പോയി പോലും നമ്മൾ പറയണ്ടത് ഇതാണ് നിന്റെ ഇമോഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എല്ലാവരുടെ അടുക്കലും പോയി നമ്മള് ഭയങ്കര ഒരു 5-6 മിനിറ്റ് ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഇതൊക്കെ മച്ചാൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പം എൻ്റെ അടുക്കൽ അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും പുള്ളി മെന്റലി കുറെ പ്രിപ്പയർ ആവണം. ആദ്യമായിട്ട് ഫസ്റ്റ് സീനാണ്, എൻ്റെ ബെസ്റ്റ് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ചെയ്യുന്നുണ്ട്. അപ്പം അവന്റെ സീക്വൻസ് അന്നേരത്ത് ഇങ്ങനെ പെർഫോം ചെയ്യാൻ ഇങ്ങനെ തുളുമ്പി കണ്ണിലാണല്ലോ മൊത്തം പറഞ്ഞത്. അപ്പം കാടിന്റെ ഏറ്റവും ബെസ്റ്റ് കണ്ണ് കൊണ്ടുവരാനൊക്കെ വന്നു എൻ്റെ അടുത്ത് ഞാൻ എന്താ തരണേ ചെയ്യണ്ടേ. ഈ ഒരു 5-6 മിനിറ്റ് എക്സ്പ്ലനേഷൻ ആണോ പ്രതീക്ഷിക്കുന്നത്? കാരണം ഇപ്പൊ അവിടെയുള്ള എന്താ പറയാ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റിന് പോലും തരുൺ നിന്ന് പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ കരഞ്ഞാൽ മതി, ഇങ്ങനെ ആയിരിക്കണം, ഇതായിരിക്കണം ഇമോഷൻ. അങ്ങനെ അവിടെയുള്ള എല്ലാവരോടും ആ ക്രൗഡ് കോഫൺ ഫ്രീസർ വെച്ചതിന്റെ ചുറ്റുള്ള എല്ലാവരോടും തരുൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നടന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിരിക്കണം പറഞ്ഞു ഫർഹാൻ സ്റ്റോൺ ഫേസ് സ്റ്റോൺ ഫേസ് നോക്കി. അത് ഞാൻ പോയിട്ട് പറയാനിങ്ങനെ നിൽക്കുക. ഞാൻ പറയാൻ സ്റ്റോൺ ഫേസ് അത് തന്നെ പിടിച്ചാൽ വേറെ ഒന്നും വേണ്ട. അപ്പൊ എനിക്കറിയില്ല എന്നത് ഇവന് ലൈഫിൽ കൊടുക്കുന്ന ഭയങ്കര ട്രോമ ആയി പോകും എന്നുള്ള എനിക്കറിയില്ലായിരുന്നു. ഞാൻ സ്റ്റോൺ ഫേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയിരുന്നു, ഷൂട്ട് ചെയ്തു. എനിക്ക് ഫസ്റ്റ് 2ാമത്തെ ടേക്കിലൊക്കെ നല്ല ഇമോഷൻസ് കിട്ടി. ഞാൻ ഓക്കെയാണ്, ഹാപ്പിയാണെന്ന് പറഞ്ഞ് ഇവനും ഓക്കെ ആണോ എന്നൊക്കെ വന്ന് നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യില്ലേ, അപ്പം ഓക്കെ ആണോ എന്നൊക്കെ 2-3 സംശയങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കയ്യിൽ പ്രകാശേട്ടൻ ആരാണ് സുനിലേട്ടനും പ്രകാശേട്ടനോട് വന്നിട്ടുണ്ടെങ്കിൽ ഫർഹാൻ ട്രോമയിലായി പോയി എന്ന് പറഞ്ഞു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റീവ് ലോപ്പസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് രാജീവേട്ടൻ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ സ്റ്റോൺ ഫേസ്. ഞാനിപ്പം ഓരോ സീനും ചെയ്യുമ്പോൾ രാജീവേട്ടൻ എന്ന് പറയും ഡ്രാമ വേണ്ട സ്റ്റോൺ ഫേസ് മതി, സ്റ്റോൺ ഫേസ് മതി. എല്ലാ സീനിലും ഇതായിരുന്നു. പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവന്റെ മുഖത്ത് ഇത് മാസം എക്സ്പ്രഷൻ ഇല്ലേ, കല്ല് പോലെയാണ്. അത് കഴിഞ്ഞ് മൊത്തം അതായിരുന്നു. ആ ക്യാരക്ടർ സ്റ്റീവ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഇവൻ ആ ട്രോമ കിടപ്പുണ്ട്. ഈ സോഷ്യൽ മീഡിയ കിടന്നിട്ട് ഇവൻ എല്ലാവരും ഇവന്റെ മുഖത്തൊന്നും വരികയില്ല, ഇവന്റെ കല്ല് പോലെ ഫസ്റ്റ് വന്നിട്ട് അതിൽ നിന്നൊക്കെ പറയും ഇത് ഈ സിനിമയിലെങ്കിൽ എന്റെ അഭിനയം പുറത്തെടുക്കണം ഫർഹാൻ സ്റ്റോൺ ഫേസ്. ഞാനീ പടം ഓക്കെ പറയാൻ തന്നെ ഇതില് ബേസിക്കലി എനിക്ക് ഡയലോഗ്സ് കുറവാണ്. ഇപ്പൊ ഞാൻ എന്താണോ എന്റെ ഉള്ളിലുള്ളത് അത് എക്സ്പ്രഷനിലൂടെയാണ് കാണിക്കേണ്ടത്. ഇപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ലാലേട്ടന്റെ ക്യാരക്ടറിനോട് നിൽക്കുന്ന ആളാണ്, പക്ഷെ എനിക്ക് ഇവരുടെ കൂടെ നിൽക്കേണ്ട അവസ്ഥയിലാണ്. ഇത് കൺവേ ചെയ്യാൻ ഡയലോഗ് ഒന്നുമില്ല, ഇതൊക്കെ എക്സ്പ്രഷനിലൂടെയാണ് വരേണ്ടത്. അപ്പൊ ഈ പടത്തിലെങ്കിലും കുറച്ച് എക്സ്പ്രഷൻ ഫസ്റ്റ് ഷോട്ട് തകർന്നു, അത് തകർന്നു നിന്നു. ആക്ച്വലി ആ ട്രോമയാണ് ഇവന്റെ ക്യാരക്ടർ കുറെ നന്നാക്കിയത്. അതെ. സുധീഷിലേക്ക് വരുമ്പോ ഈ ലാലേട്ടന്റെ മറ്റേ ഈ പറഞ്ഞ പോലെ കമ്പത്ത് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര ഒരു എന്താ പറയാ, നമുക്കായാലും ഇപ്പൊ തരുൺ ചേട്ടൻ പറഞ്ഞല്ലോ അയ്യോ എന്നൊക്കെ പോകുന്ന ആ ഷൂട്ടിംഗ് സീക്വൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ലാലേട്ടൻ? അങ്ങനെ ഇപ്പൊ ഈ പ്രകാശ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഫൈറ്റിംഗ് സീക്വൻസ് വരുന്ന അല്ലെങ്കിൽ വേദനിച്ചോ അല്ലെങ്കിൽ ഒന്ന് തൊടുവോ പോലും ഇല്ല, ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും വേദനിച്ചോ എന്ന്. അപ്പൊ ഫർഹാനായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു?
ഇല്ല, അത് ആക്ച്വലി ഭയങ്കര രസമായിരുന്നു അത്. അത് ആക്ച്വലി പടത്തിൽ കട്ട് ചെയ്ത് വരുന്നെങ്കിലും എന്റെ ഡയലോഗ്സ് മൊത്തം ഒറ്റ ഷോർട്ടായിരുന്നു, ഫുൾ ഒറ്റ ഷോർട്ടായിരുന്നു. അപ്പൊ ആദ്യമേ എന്തോ ചെയ്തപ്പോ എന്തോ റീടേക്ക് വന്നു, എനിക്ക് കാരണം എന്താന്ന് ഓർമ്മയില്ല. അപ്പൊ രണ്ടാമത് ലാലേട്ടൻ പറഞ്ഞു, മോനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട മോനെ, റിലാക്സ് ചെയ്ത് ചെയ്യൂന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത ടേക്ക് തരുന്ന ആക്ഷൻ പറഞ്ഞ് ആ ടേക്ക് ഫുൾ ഇത് ചെയ്ത് കട്ട് പറഞ്ഞപ്പോ തന്നെ ലാലേട്ടൻ തൊട്ട് മുമ്പിലുണ്ട്. കട്ട് പറഞ്ഞപ്പോ തന്നെ ലാലേട്ടൻ ഇങ്ങനെ കാണിച്ചു. അപ്പോഴത്തേക്കും ടേക്ക് ഓക്കെ ആണോ അല്ലോ എന്ന് അവിടെ നിന്ന് ഇതുവരെ അപ്പൊ കുറച്ച് കഴിഞ്ഞ് തരുൺ ബൈക്ക് പറഞ്ഞ ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞു. ലാലേട്ടൻ ഇങ്ങനെ കാണിച്ചപ്പോ തന്നെ അത് മതി. അതെ, ലാലേട്ടൻ പറഞ്ഞു അത് ഓക്കെ ആണെന്ന്. ഓക്കെ, ഈ പ്രകാശന്റെ ലാലേട്ടന്റെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഏറ്റവും രസം പ്രകാശേട്ടൻ ചെയ്യുന്ന മറ്റേ കല്യാണ സമയത്തുള്ള അത് അത് ഓൾറെഡി സ്ക്രിപ്റ്റിൽ തന്നെ ഉള്ളതാണോ അതോ ലാലേട്ടൻ ആ സ്റ്റെപ്പ് ചെയ്യുന്നു എന്നുള്ള സ്ക്രിപ്റ്റിന്റെ അകത്തുണ്ട്. ഓക്കെ, മറ്റത് ഇങ്ങനെ നമ്മുടെ പല കാര്യങ്ങളും ഓൺ സ്പോട്ടിലാണ് അങ്ങനെ ചെയ്തോണ്ട് വന്നപ്പോഴത്തേക്കും പ്രകാശേട്ടൻ ആദ്യം ആ തൊഴുത്തിലിരുന്ന് എല്ലാരും കൂടി കള്ളു കുടിക്കുന്നതിന് അപ്പം പ്രകാശേട്ടൻ ഞാൻ പറഞ്ഞു, പ്രകാശേട്ടൻ ഒന്ന് ഡാൻസ് കളിക്കും, പ്രകാശേട്ടൻ അങ്ങനെ അടിഞ്ഞടിക്കും, നാണമില്ലാണ്ട് കളിച്ചു. ആ പറഞ്ഞപ്പം പ്രകാശേട്ടൻ ഇങ്ങനെ മറ്റേ ഋത്തിക് റോഷന്റെ 2 സ്റ്റെപ്പൊക്കെ ഇട്ടു. അപ്പൊ അത് കണ്ടപ്പോ ഇയാൾ കൊള്ളാലോ എന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ ഡാൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ലാലേട്ടൻ വരുമ്പോഴത്തേക്കും നമ്മുടെ മമ്മൂക്ക ചെയ്ത സ്റ്റെപ്പ് നീ ഒന്ന് ഇട്ടടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുള്ളി ഇങ്ങനെ അന്നേരം ചെയ്തതാ. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ നാണത്തോട് നിന്നിട്ട് ഇങ്ങനെ ചെയ്ത് അതങ്ങനെ ഉണ്ടായി. അപ്പൊ പ്രകാശേട്ടൻ അവിടെ മറ്റേ തൊഴുത്തിൽ നിന്ന് കള്ളു കുടിക്കുന്ന സ്ഥലത്തിൽ ഇങ്ങനെ അഴിഞ്ഞാടിയപ്പോ ഇയാളെ കൊണ്ട് ഇനിയും ചെയ്യിക്കാമെന്ന് നമുക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഒന്ന് എന്റെ പകുതി സിനിമയെ വന്നിട്ടുള്ളൂ. ആക്ച്വലി ആദ്യത്തെ ആലോചനയിലൊക്കെ ബിനുചേട്ടനെ ബെന്നീനെ അഴിഞ്ഞടിക്കാം എന്നുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ ഇനിഷ്യൽ തോട്ടിൽ പറയുന്നത് അതൊരു ഭയങ്കര പാട്ട് പോലെയൊക്കെ വന്നിട്ട് പുള്ളിയാണെങ്കിൽ തല്ലുമാലയിലും ഒക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പം ബെന്നീനെ അഴിഞ്ഞടിക്കാം, കാരണം ബെന്നിക്ക് ടെൻഷൻ കൂടിയിട്ട് ഡാൻസ് കളിക്കുന്ന പോലെ പരിപാടി പിടിക്കാന്നുള്ളതായിരുന്നു. പിന്നെ അത് ബെന്നീനെ കുറച്ചും കൂടി ഒതുക്കി പിടിച്ചിട്ട് പക്ഷെ ഞാൻ ഇപ്പോഴാ പാട്ട് വരുമ്പോ ഞാൻ അത് ബാക്ക് അടിച്ച് കാണുന്നു. എനിക്ക് ഇഷ്ടം എന്ത് പ്രകാശനം ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരു രസം, ഒരു എന്താ പറയാ, ശരിക്കും ഒരു അടിഞ്ഞാടിച്ച ആ ഒരു സ്വാഗം ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിന് വേറെ രസമുണ്ട്. ഈ ലാലേട്ടൻ പണ്ട് യൂസ് ചെയ്യുന്ന കുറെ എലിമെന്റുകളൊക്കെ കാലെ പിടിക്കാൻ, അപ്പൊ അതൊക്കെ പ്രകാശനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ലാലേട്ടൻ ഭയങ്കര എൻജോയ് ചെയ്തു. അങ്ങനെ ചെയ്യും, അതങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഞാൻ പ്രകാശ് അങ്ങനെ ചെയ്യും, അണ്ണൻ അങ്ങനെ ചെയ്യും, ഞാനപ്പം ഇങ്ങനെ മാറാം എന്നൊക്കെ പറയുന്നത് അതും ഒരു കൗതുകമായിരുന്നു. ലാലേട്ടൻ നമ്മളെ രസിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും പ്രകാശേട്ടനെ കൊണ്ട് ഇപ്പുറത്ത് പറയിച്ചിട്ട് അത് ലാലേട്ടൻ കണ്ട ആസ്വദിക്കും. സെൽഫ് ട്രോളൊക്കെ ലാലേട്ടൻ സ്വയം ലാലേട്ടൻ സെൽഫ് ട്രോളിലൊക്കെ പുള്ളി ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. ഇപ്പൊ പ്രകാശേട്ടനും ലാലേട്ടൻ തന്നെ ഇപ്പത്തെ ഒരു ആഡ് എന്റെ പോന്നെ അതിഗംഭീരമായിട്ട് നമ്മള് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അത് നറേറ്റിംഗ് സ്റ്റോറി. അത് കണ്ടിട്ട് ലാലേട്ടന് മെസ്സേജ് ഒക്കെ അയച്ചോ നിങ്ങള്? പിന്നെ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, രസമായി എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര അതിന്റെ ഇനിഷ്യൽ തോട്ട് പോലെ നമുക്കറിയാം ഇങ്ങനെ ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കൗതുകം എങ്ങനെയായിരിക്കും അത് വരാൻ പോകുന്നത്. അത് ഭയങ്കര ലാലേട്ടനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലാലേട്ടൻ ചില ട്രോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ട്രോൾ രസമുള്ള വീഡിയോസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യപ്പെടുമല്ലോ, അതൊക്കെ ലാലേട്ടൻ ചിലത് ഇങ്ങോട്ട് അയച്ചു തരും, നമ്മൾ കാണുന്ന അങ്ങോട്ട് അയച്ചു കൊടുക്കാറുണ്ട്. ലാലേട്ടൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവാ? അതൊക്കെ കാണാറുണ്ട്, എല്ലാ കാര്യങ്ങളും എല്ലാം കാണാറുണ്ട് കേട്ടോ. നിങ്ങൾ മെൻഷൻ ചെയ്യുന്ന എല്ലാം കാണാറുണ്ട്. ഇപ്പം സത്യൻ സാറിന്റെയും കൂടെ ചോദിച്ചോണ്ട് ഇപ്പൊ അടുത്ത ഹൃദയപൂർവ്വമാണ്, അതില് ഇപ്പൊ ഇറങ്ങിയേക്കണ ടീസർ ഫഫ നന്നായി ലാലേട്ടൻ ചെയ്യുന്ന ഒരു ഇതുണ്ട്, ആക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഫഗത്തിക്ക് ഇത് കണ്ടിട്ട് എന്താ പറഞ്ഞത്? തുടരും മൂവി കണ്ടിട്ട് ഫസ്റ്റ് ഫർഹാനോട് എന്താ പറഞ്ഞത്? എന്നെ വിളിക്കുന്ന നിങ്ങളെയൊക്കെ വിളിച്ചില്ലായിരുന്നു? തുടരും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ ടൊർപ്പഡോയായിട്ടുള്ള ഡിസ്കഷൻ ബന്ധപ്പെട്ട് ഫഹദുമായിട്ട് കുറെ നാളിങ്ങനെ ഈവൻ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തൊക്കെ ഫഹദാണെന്ന് പറഞ്ഞോണ്ടത് ഇത് 100 കോടിക്കും വെള്ളം കേട്ടോ. എപ്പം കാണുമ്പോഴും ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പം നമുക്കിത് കുറച്ച് പ്രഷറായി. അപ്പൊ ഞാൻ ഇടക്കിടെ കാണുന്നത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ അവര് ഫഹദും ഫർഹാനൊക്കെ കൂടി ദുബായിൽ വെച്ച് എന്റെ അച്ഛനെയും അമ്മേനെയും ദുബായിൽ വെച്ച് കണ്ട്, എയർപോർട്ടിൽ വെച്ച്. അപ്പൊ അത് ഇങ്ങനെ അച്ഛനും അമ്മേനെ പറഞ്ഞ ഫഹദിനെ കണ്ടിരുന്നു, ഫാസിൽ സാറിനെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഫഹദ് പറഞ്ഞ അങ്ങനെയല്ല, ഫഹദ് പറഞ്ഞു ഞാൻ അച്ഛനെയും അമ്മേനെയും കണ്ടിരുന്നു, ഞാൻ പോയി പറഞ്ഞു. അപ്പം ഫർഹാന്റെ അച്ഛനായിട്ട് എന്റെ അച്ഛനെ അഭിനയിച്ചേക്കണം. അപ്പൊ അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണ സമയത്ത് ഞാൻ പറഞ്ഞു 100 കോടി പടത്തിലാട്ടോ അഭിനയിച്ചേക്കണ. ഞാൻ എല്ലാവരുടെ അടുക്കലും പുള്ളിയാണ് 100 കോടി. അതുപോലെ തന്നെ ഈവൻ എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ഓരോ പ്രൊമോഷൻസ് നന്നാവുമ്പോഴും നമ്മുടെ ആ സിനിമയ്ക്ക് ഉണ്ടാവുന്ന ഒരു ഹൈപ്പ് കൃത്യമാണെന്നൊക്കെ കൃത്യമായിട്ട് ഫഹദ്
ഇപ്പൊ ഈ ഓൺലൈൻ മീഡിയാസിലും ഫോണിലും ഒന്നും ഇല്ലെങ്കിൽ പോലും പുള്ളി കൃത്യമായിട്ട് അതൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ടെന്നും അപ്പൊ നമുക്ക് ഓരോന്നും അത് നന്നായി കേട്ടോ, ആ പരിപാടി നിങ്ങൾ ആ പോയ പരിപാടി നല്ലതായിരുന്നു, ആ ട്രെയിലർ രസമായിരുന്നു, ഈ കണ്ടന്റ് നല്ലതായിരുന്നു എന്നൊക്കെ നമുക്ക് എപ്പോഴും നമുക്കിങ്ങനെ ഫീലിങ്സ് തരാറുണ്ട്. പടം ആദ്യത്തെ ദിവസം അല്ല ഫഹദ് കണ്ടത്, പക്ഷെ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് വിളിച്ചിട്ട് കൺഗ്രാറ്റ്സ് അടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് സത്യമായില്ല എന്നുള്ള ഇത് എല്ലാരെയും. പിന്നെ ഒരു 4-5 days കഴിഞ്ഞിട്ടാണ് ആ വീക്കെൻഡ് വീക്ക് കണ്ടിട്ട് അവര് പ്രിവ്യൂ ഇട്ട് കൊടുത്തായിരുന്നു രഞ്ജിത്തേട്ടൻ. ഓക്കെ, ഫർഹാനോട് എന്താ പറഞ്ഞേ? എന്നോട് പറഞ്ഞു നീ കറക്റ്റ് ആയിട്ട് അത് പിടിച്ചിട്ടുണ്ട്, ആ മീറ്റർ ത്രൂ ഔട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്, അത് നല്ലതാണ്. പിന്നെ ഞാൻ ആദ്യം എനിക്ക് കേൾക്കുന്ന ഇഷ്ടമില്ല, ഞാൻ ആദ്യമൊന്നും അല്ല. എന്റെ ഇടയ്ക്ക് വിളിച്ചപ്പോഴത്തേക്കും നസ്രിയയും ഫഹദും പറഞ്ഞത് അച്ചു നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ആക്ടർ കണ്ടിന്യൂറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആക്ടർ കണ്ടിന്യൂറ്റി ആവുമ്പോൾ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത പോലെ തോന്നിയെന്ന് പറഞ്ഞു. ലാലേട്ടൻ ഇങ്ങനെ കണ്ടെന്ന് തോന്നി എനിക്ക്. പിന്നെ ഫഹദ് പേഴ്സണലി ആസ് ആൻ ആക്ടർ എന്നുള്ള ഇതിൽ ബിനിച്ചേട്ടന്റെ പരിപാടിയിലാണ് എക്സൈറ്റഡ്. ഏറ്റവും അതെന്താണ് പരിപാടി, എങ്ങനെ അതിന് ഏറ്റവും പടത്തില് പെർഫോമൻസ് അതെന്ന് ആക്ടർക്ക് അത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഈ പറയുന്ന പോലെ അതിന്റെ മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറിക്കണം മീറ്ററാണ്. നമുക്ക് തന്നെ പറയുന്നു ഒരിടത്ത് നിക്ക് നിങ്ങൾ ഇങ്ങനെ ചാടി ചാടി കളിക്കാതെ. പ്രകാശേട്ടനൊക്കെ ഫഹദിന്റെ ഏറ്റവും അടുത്ത സൗഹൃദങ്ങളുള്ളതാണ്. പ്രകാശേട്ടനെ അങ്ങനെ കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഈ പുള്ളിയൊക്കെ ഇങ്ങനെ അഭിനയിക്കുമോ, അല്ലെങ്കിൽ പ്രകാശനൊക്കെ മൂവി ഇറങ്ങിയതിന് ശേഷം നമ്മള് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. സാധാരണ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് സിനിമയിൽ അഭിനയിപ്പിക്കുകയും സിനിമ സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഫഹദാണ്. ഇപ്പം രാജീവേട്ടനെ വിളിച്ചോണ്ട് വന്നത്, പ്രകാശേട്ടനെ വിളിച്ചോണ്ട് വരേണ്ട ആള് ശരിക്കും പറഞ്ഞാൽ, പക്ഷെ ഫഹദിന് ഇത് തോന്നിയിട്ടില്ല ഇതുവരെ. പ്രകാശേട്ടന്റെ ഫഹദ് മറ്റേ ഞാൻ അന്ന് വീട്ടിൽ നിന്ന് ഇത് കണ്ടിറങ്ങി ഞാൻ ഫസ്റ്റ് മെസ്സേജ് ചെയ്ത ഷാനുവിനാണ്. പ്രകാശേട്ടനാണ് മെയിൻ വില്ലൻ എന്ന് പറഞ്ഞു. പക്ഷെ ഷാനു ഭയങ്കര ഒരു വിളിച്ചിട്ട് ഭയങ്കര ചിരി. എന്താണ് പ്രകാശേട്ടൻ അത് കമ്മിറ്റ് ചെയ്തു, വരുവോ പുള്ളി എന്താണ്, അതിന് വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ചിലപ്പോ ബാക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞാലോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ പ്രകാശേട്ടൻ അഭിനയിക്കുന്ന അങ്ങനെ ഒരു താല്പര്യം കാണിച്ചിട്ടില്ല ഇതുവരെ അറിയുന്നില്ല. നോർമലി ഫഹദാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നത്, പക്ഷെ ഇത് ഞങ്ങൾ കൊണ്ടുപോയി. ഇതിന്റെ അകത്ത് 2-3 സീനുകളിലൊക്കെ ഡബ് ചെയ്തിരിക്കുന്ന ഒരാളവിടെ ഇരിപ്പുണ്ട്. തുടരുമില് ഒരു പോലീസുകാരിക്ക് ഡബ് ചെയ്തിരിക്കുന്ന രേഷ്മ സത്യനാണ്. എനിക്ക് ഇന്നലെ മെസ്സേജ് ഞാൻ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പം കണ്ടപ്പോഴത്തേക്ക് അത് തുടരുന്ന എന്റെ മിക്ക സിനിമകളിലും ഡബ് ചെയ്യിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല പർട്ടിക്കുലർ രസമുള്ള ശബ്ദമൊക്കെയാണ്. രസമുള്ള ശബ്ദം എന്നൊക്കെ പറഞ്ഞു, രസമുള്ള രീതിയിൽ അല്ല, എന്റെ ആദ്യം ഓപ്പറേഷൻ ജാവയില് തരുൺജി ഇങ്ങനെ വിളിക്കുകയാണ്, ഒരു ഡബ്ബുണ്ട് ഒന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോ തന്നെ ഞാൻ ചോദിച്ചത് എന്റെ ഈ ശബ്ദം, ഈ വൃത്തികെട്ട ശബ്ദമാണോ നിങ്ങൾക്ക് വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. ലേഡിയുടെ വോയിസ് അല്ലല്ലോ, ഒരു ഹസ്കിനെസ് ഉള്ള ഒരു പാറപ്പുറത്തൊക്കെ വരയ്ക്കും പോലെ ഞാൻ അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. ബിനുചേട്ടന്റെ ലേഡി വേർഷനാണ് അത് ശബ്ദത്തില്. അങ്ങനെ വളരെ അൺഎക്സ്പെക്ട്. എനിക്ക് ഡബിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡുമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ ചെറുതായിട്ട് റീലൊക്കെ ചെയ്യുന്നല്ലാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് തരുണിന്റെ മെസ്സേജ് വരുന്നത്. എന്റെ ആദ്യത്തെ ഡബിങ് എക്സ്പീരിയൻസ് അവിടെ. അങ്ങനെ ഒരു പുതിയ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലേ ലാലേട്ടൻ വന്നിങ്ങനെ ഗ്രില്ലിന്റെ അവിടെ നിന്നിട്ട് ചോദിക്കില്ല എന്റെ വണ്ടി ഇറക്കി തരാമെന്ന്. എന്താ ചേട്ടാ എന്നൊരു ആള് ചോദിക്കും. അപ്പുറത്തേക്കുമ്പോഴത്തെ എന്താടോ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ അപ്പുറം ഇങ്ങനെ പോലീസുകാരിക്കൊക്കെ ഡബ് ചെയ്തിരിക്കുന്നത് രേഷ്മയാണ്. പിന്നെ അതുപോലെ ഉരുൾപൊട്ടലിലുള്ള ആളുകൾക്ക്. പിന്നെ സൗദി വെള്ളക്കയില് ഭയങ്കര രസമുള്ളൊരു സീൻ, ഒരു ഗോകുലൻ വന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് ഗുളിക മേടിക്കും. അപ്പൊ ഇതെങ്ങനെ കഴിക്കണ്ടേന്ന് പോലും ചോദിക്കും. വായിലിട്ട് വെള്ളമിട്ട് വിഴുങ്ങണം. അത് തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു. അത് ആക്ച്വലി ഡബിലൊക്കെ ഇട്ടതാണ്. അങ്ങനെ ഒരു നല്ല ടാലന്റ്. അപ്പം അത് അവിടെ ഇരുന്നപ്പം മിൽമയുടെ കൂട്ടത്തിൽ അങ്ങനെ വന്നിരുന്നപ്പോ പറയാൻ തോന്നി. എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? എനിക്ക് ചോദ്യങ്ങളല്ല, എന്തായാലും ബിനുചേട്ടനോടാണ്. കാരണം ആദ്യത്തെ സിനിമ ശരിക്കും ഓപ്പറേഷൻ ജാവ നമുക്ക് കുറച്ചു പേർക്ക് കണക്ട് ചെയ്ത, ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത ഒരു ഫിലിമായിരുന്നു. അതായത് ഇത്രയും അധികം പഠിച്ചിട്ടും ജോലി കിട്ടാതെ നടക്കുന്ന 2 ചെറുപ്പക്കാർ, അവരുടെ സ്ട്രഗിൾസ്, അത് നമ്മളിൽ പലരും ലൈഫിൽ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പം എനിക്ക് ശരിക്കും അത് കണക്ട് ചെയ്തതാണ്. അപ്പം അതിനകത്ത് ബിനുചേട്ടൻ്റെ റോൾ എന്ന് പറയുന്നത് ഈ 2 കുട്ടികളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലീസുകാരൻ. അപ്പോൾ അതിലാ തരുൺജി പറയുന്നത് ഇതുണ്ടല്ലോ, അതിൻ്റെ പേരാണോ പ്രണയം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ മനസ്സങ്ങോട്ട് നിറയുന്നു. പ്രണയത്തിന്റെ ആ ഒരു ഇത്രയും സിൻസിയർ ആയിട്ടുള്ള ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മനസ്സ് നിറയണു. രണ്ടാമത്തെ സിനിമ സൗദി വിളക്കിൽ വരുമ്പോ ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ എന്ന് പറയുമ്പോ നമ്മള് ആ മനുഷ്യത്വം അപ്പോഴും നമ്മുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു പോകുന്നു.
മൂന്നാമത്തെ സിനിമ കണ്ടോ തല്ലി അതെ കൂടാവാൻ വേണ്ടി ബാക്കി രണ്ടെണ്ണം ഞങ്ങൾക്ക് കാണേണ്ടി വന്നു, അതാണ് സത്യം. തുടരും കണ്ടോണ്ടിരുന്നപ്പോ കൊല്ലലാലേട്ടാന്ന് ഞാനിങ്ങനെ അവിടെ പറയണ്ട, അപ്പൊ ഇയാളെ കയ്യെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു ഇത്. അപ്പോൾ ഇപ്പോൾ ബിൻചേട്ടൻ തന്നെ പറഞ്ഞു എന്നെ മഹാവൃത്തികെട്ടവനായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യണമെന്ന്. ഇനി ബിൻചേട്ടൻ എന്താണ് എനിക്ക് ഇന്ന ഒരു റോള് ചെയ്താൽ നന്നായിരുന്നു, എല്ലാവർക്കും ഒരു അല്ല അങ്ങനെയല്ല. കാരണം എനിക്ക് തരുണാണ് ആ ഈ പറഞ്ഞ ഓപ്പറേഷൻ ജാവ കഴിഞ്ഞപ്പോ മുതലാണ് എനിക്ക് അങ്ങനത്തെ ഒരുപാട് വേഷങ്ങൾ വരാൻ തുടങ്ങി. ഈ നന്മമര സ്റ്റീരിയോടൈപ്പ് ചെയ്യപ്പെടുന്നു. അല്ല സ്റ്റീരിയോടൈപ്പ് അല്ല, നന്മമര വല്ലാണ്ടാവുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി. പിന്നെ അതല്ല, നമുക്കൊന്ന് മാറി അഭിനയിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അഭിനയിക്കാനോ നമുക്ക് ചോദിക്കാണ്ടത് കിട്ടൂല. ഞാൻ വീട്ടില് ഞാൻ നന്നായി വില്ലനായിട്ട് അഭിനയിക്കും എന്ന് പറഞ്ഞ കസാലിട്ടിരുന്ന ആരും വരില്ല. ചോദിച്ചാൽ ഇനി കിട്ടുള്ളൂ. നമ്മൾ പല ഡയറക്ടേഴ്സിന്റെ അടുത്തും അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും നമ്മൾ ചോദിക്കുന്നുണ്ട്, ഞാൻ മാറി അഭിനയിക്കണം അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അവര് ഓക്കെ ഈ കഥാപാത്രത്തിന് ഇയാൾ ഓക്കെ ആയിരിക്കും എന്ന് അവർക്ക് തോന്നുമ്പോഴാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം തരുണ ഈ നന്മമരം ഒന്ന് നട്ട് വെള്ളം ഒഴിക്കാൻ തുടങ്ങി. പിന്നെ അതങ്ങനെ വളർന്ന് വലിയ വൃക്ഷമാവാൻ തുടങ്ങി. പിന്നെ എങ്ങനെ പോയാലും ഇപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ അഭിലാഷം വന്നപ്പോ അതിന്റെ അകത്തും ചെറിയ നന്മമരായി പോയി. അപ്പം എനിക്ക് അതൊന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊടൂര വില്ലനാവണം. അന്നിപ്പം ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്നോ അതിലിങ്ങനെ ഒരു ബെന്നി എന്നുള്ള ക്യാരക്ടർ ഉണ്ടെന്നൊന്നും അറിയില്ല. ഞാനപ്പം ആ സമയത്ത് ഞങ്ങളെ ഈ പടം എഴുതിക്കൊണ്ടിരിക്കുക, ടോർപിഡോ വർക്ക് അത് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പണിയാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ അടുത്ത ഏതെങ്കിലും പടം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എന്റെ അത് നന്മമരൊന്നും വേണ്ട. ഞാൻ ആ നന്മമരത്തിനെ വെറുപ്പിക്കുന്ന ഒരാളായാല് നല്ല സീലൊക്കെ അത് നമുക്ക് അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഇനി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും പല വിധത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം. ഒന്നിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ എന്നൊന്നുമല്ല. ചെയ്താൽ തന്നെ വീണ്ടും ചെയ്യൂ, ചെയ്തല്ലേ പറ്റൂ. അല്ല എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു റോള് ചെയ്യണമായിരുന്നു എന്ന് പലർക്കും ഉണ്ടാവില്ലേ മനസ്സിൽ. അതിലേക്ക് അഭിനയിക്കുക, കാരണം നമുക്ക് നല്ല കഥാപാത്രങ്ങളാവുക, നല്ല സിനിമയുടെ ഭാഗമാവുക. അതാണല്ലോ നമ്മള് നല്ലൊരു സിനിമയുടെ ഭാഗമാവുമ്പോഴല്ലേ അത് എത്തേണ്ടോടത്തല്ലേ എത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇവിടെ ഇരിക്കുന്നവരെ ഇപ്പൊ നമ്മൾ കൺക്ലൂഷൻ ഏകദേശം ഒക്കെ ചെയ്യാൻ പോവാണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ. ഓക്കെ, നമസ്കാരം, എൻ്റെ പേര് വിദ്യ. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്, വന്നവർക്കും വിൻ ചെയ്തവർക്കും എല്ലാം. എനിക്ക് തരുൺ ചേട്ടനോടും വിൻ ചേട്ടനോടും ഉണ്ട് ചോദ്യം. തരുൺ ചേട്ടൻ ആക്ച്വലി ആക്ടർ ആവാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്, അതെനിക്കറിയാം. പല ഇന്റർവ്യൂസിലും ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ വലിയൊരു ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയ വ്യക്തി കറങ്ങി തിരിഞ്ഞൊരു ഡയറക്ഷൻ പോയിന്റിലേക്ക് എത്തി, വലിയൊരു ഡയറക്ടറായി ഇപ്പോൾ. അപ്പോൾ ചേട്ടൻ ഇനി അഭിനയിക്കുമോ? കാരണം അഭിനയിക്കുക എന്നുള്ളത് ചേട്ടൻ ഇപ്പൊ ഈ ഓരോരുത്തരുടെ അടുത്തും ചെന്ന് ഓരോ ആൾക്കാരെ പറ്റി പറയുന്നതും അവിടെ നടന്ന സീനും ഒക്കെ അഭിനയിച്ചാ കാണിക്കുന്നത്. അതെനിക്കറിയാം, അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ഉണ്ട്, ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് സ്വയം തന്നെ. അപ്പൊ അത്രമാത്രം ആക്ടിങ് എന്ന് പറഞ്ഞ നടന്ന ആള് എങ്ങനെയോ ഒരു കറങ്ങിത്തിരിഞ്ഞ് ഡയറക്ടറായി. നല്ലൊരു ഇത്രയും നല്ല ഡ്രാമ ആർട്ടിസ്റ്റ് ഇങ്ങനെ ആക്ടർ ആവണം എന്ന് വിചാരിച്ച ആള് കറങ്ങി തിരിഞ്ഞ് ഡയറക്ടറായി. ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് ഫിലിം ഫീൽഡിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ആക്ടറിനെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? നല്ല അവസരം വന്നാൽ, നല്ല ക്യാരക്ടർ വന്നാൽ അഭിനയിക്കാം, ഉറപ്പാ. ഞാൻ നടനാകാമെന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ട് കാര്യമില്ല. ഇല്ല, അല്ല ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ടല്ലോ, ഷോർട്ട് ഫിലിംസ് ഒക്കെ അതിൽ. പിന്നെ എനിക്ക് ചില ചേട്ടന്റെ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്, അതിനോട് വേണ്ടി തന്നെയാ ഇപ്പൊ ചോദിക്കുന്നത്. കാരണം ഞാൻ ഷോർട്ട് ഫിലിം കണ്ടു. അപ്പൊ അതിന്റെ അകത്ത് ഒരു നമ്മുടെ ഒരു അപ്പൊ അതിന്റെ അകത്ത് ചേട്ടന് കാക്ക എന്ന് പറഞ്ഞ ഇതാ. അപ്പൊ അതിലിങ്ങനെ ചാടി വരുന്ന സീനുണ്ട്. ഞാൻ നോക്കിയപ്പോ അതേ സീനാണ് ഏകദേശം ലാലേട്ടൻ ജയിലിന്റെ അവിടെ അല്ല, കണ്ടിട്ടില്ലാത്തവരത് കാണുന്നത് തന്നെയാ. അപ്പൊ ചില സീൻസ് കാണുമ്പോ പിന്നെ അതുപോലെ തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ ലാലേട്ടനെ ഇങ്ങനെയൊക്കെയാണല്ലോ. നമ്മുടെ ഒരു പള്ളിയിലച്ഛന്റെ ഒരു റീല് ഞാൻ കണ്ടായിരുന്നു. ചേട്ടൻ അതിന്റെ അകത്ത് അച്ചോ എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് കമന്റ് ഇട്ടിട്ടുണ്ട്. പള്ളിയിലച്ഛൻ പറയുന്ന
തരുൺ മൂർത്തി ഒരു ഫാൻ ബോയ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടറിയാം ലാലേട്ടന്റെ അതേ ചേഷ്ടകൾ, ഫാൻ ബോയ് അതേ ചേഷ്ടകളൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇരിക്കുമ്പോ പോലും ചേട്ടൻ ആ ചെരിവുണ്ടായിരുന്നു. സത്യം പറയും, ചേട്ടൻ കൊണ്ടുവന്നാണോ? അല്ല അപ്പൊ ബൈക്കാണോ വീട്? ബൈക്കല്ല വീട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഉറപ്പാണ് ചേട്ടൻ നല്ലൊരു ആക്ടറാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഓരോ റെഫറൻസും ഓരോ ആൾക്കാരും അവിടെ നടന്ന സീനും ഒക്കെ ആക്ട് ചെയ്താ പറഞ്ഞ് ഞങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ആ ഒരു ഇന്റർവ്യൂ തുടരുമിന്റെ ഓരോ ഇന്റർവ്യൂസ് വന്നപ്പം ആക്ടേഴ്സിന്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു. കാരണം അത്ര നന്നായിട്ടെല്ലാം ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ഇപ്പൊ ഈ ചോദിച്ചാല് ഇവനിപ്പോ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് ഡയറക്ഷൻ, അതായത് ഇവന്റെ ഉള്ളിലുള്ളതൊക്കെ ഇവൻ ഞങ്ങളെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുന്നുണ്ട്. ആരൊക്കെയാ ചെയ്യുന്നത്? മോഹൻലാല്, ശോഭന, മണിമ്പിള്ള രാജു, ഇതൊക്കെ ഇവിടുത്തെ സീനിയേഴ്സ് ആയുള്ള ആക്ടേഴ്സ് തന്നെയാണ്. 2 പടത്തിൽ ഞങ്ങൾ കുറച്ച് കുട്ടി ആൾക്കാരായിരിക്കും. ഇപ്പം വലിയ സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടർ ഇതാ അടുത്ത ഫഹദിനെയാണ് ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. സോ ലൈക്ക് ഹി ഈസ് എൻജോയിങ് ദാറ്റ് പ്രോസസ്. കാരണം ആക്ടർ ആവാൻ വേണ്ടി നടന്നു, പക്ഷെ ഡയറക്ടറായി. ശരിക്കും അവനോട് തുറന്നു വെച്ചാൽ അവൻ ഇപ്പൊ ആക്ടർ ആവാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും എൻജോയ് ചെയ്യുന്ന ഒരു മൂവ്മെന്റിലാണ് അവൻ നിൽക്കുന്നത്. അത് അവൻ ഡയറക്ട് ചെയ്യുമ്പോൾ അത് എനിക്ക് മനസ്സിലാവാറുണ്ട്. കാരണം ആ പ്രോസസ്സ് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഇത് ഇന്റെ ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിലല്ല അവൻ വർക്ക് ചെയ്യല്. അതാണ് ഇവന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഇഷ്ടവും. കാരണം അത് ആ പ്രോസസ്സിനെ എൻജോയ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പം ടൊർപ്പഡോ ചെയ്യാൻ സമയത്ത് ഞാൻ പിടിച്ചോണ്ട് പറഞ്ഞു, ചേട്ടാ നമ്മൾ ലാലേട്ടനെ എക്സ്പ്ലോർ ചെയ്തു, അടുത്തത് ഫഹദ് എന്ന് പറഞ്ഞ ആക്ടറെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. ആ ആക്ടറിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ പഠിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ജേണിയിൽ നമ്മൾ കുറേ ഗ്രോ ചെയ്യുമായിരിക്കും, ലേൺ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞത് ഒരു പരിധി അത് തന്നെ എൻ്റെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷേ ഇപ്പം ഞാനിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഓരോ ആക്ടേഴ്സിന്, പുതിയ ആളുകളെ. അടുത്ത സിനിമ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫഹദ്, നസ്ലിൻ, അർജുൻ ദാസ്, ഗണപതി, ന്യൂ ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ സോ ലൈക്ക് നമ്മൾ അതിന്റെ ഹൈയിലാ. ഇവരൊക്കെ വെച്ച് അഭിനയിപ്പിക്കാൻ പോകുന്നു, ഇവരഭിനയിക്കുന്നു, അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ ലൈക്ക് ഈ ലാലേട്ടന്റെ അടുത്തൊക്കെ മോനെ അടുത്ത സീൻ എന്താന്ന് ചോദിക്കുമ്പോ ഹാ ധാരനോട് ചോദിക്കുന്നത് മോഹൻലാലാണ് ചോദിക്കുന്നത്. അപ്പൊ ലാലേട്ട ഇതാണ് എന്ന് പറയുന്നതിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അപ്പൊ ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഡാൻസ് എങ്ങനെയാ? പ്രീ പ്ലാൻഡ് ആയിരുന്നോ ചേട്ടൻ വന്ന് കളിച്ചത്? പ്ലാൻഡ് ഒന്നുമില്ല. മറ്റേ പാട്ടില് ഡാൻസ്, പാട്ടില് തിരുമല അത് അമൃതേനി മാസ്റ്റർ. അതായത് അങ്ങനെ ഞാൻ ഡാൻസിന്റെ സീനുകൾ മൊത്തം നമുക്ക് കുറെ റെഫറൻസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഇതിനെ ഡാൻസ് ഡയറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊരു എന്താണ് തരുൺ ഡയറക്റ്റ് എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഓക്കെ എന്നാ പിന്നെ അത് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പം നമ്മളിങ്ങനെ വലിപ്പം വേണം, ലാലേട്ടനെ ഇങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെ യൂസ് ചെയ്യണം, ഒരു മുരുകന്റെ പാട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മോണിറ്ററിന്റെ ബാക്കിലിരുന്ന് മാസ്റ്റർ വന്ന് പറയും, മാസ്റ്റർ സ്റ്റെപ്പുകൾ മാസ്റ്ററോട് ഐഡിയ പറഞ്ഞു, മാസ്റ്റർ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദിവസം ലാലേട്ടൻ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ തോളത്ത് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ ഒന്ന് മോണിറ്ററിന് ബാക്കിലാണെങ്കിൽ ഇങ്ങനെ മാസ്റ്റർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇങ്ങനെ ലാലേട്ടൻ അത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു ലാലേട്ടൻ മാസ്റ്ററോട് പറയണം, ഇയാള് കഥകളി ആർട്ടിസ്റ്റ് ആണ് എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അതുവരെ ഉണ്ടായിരുന്ന മാസ്റ്റർ അവിടെ നിന്നൊക്കെ പതിയെ എണീറ്റിട്ട്, അത് കഥകളി എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്ട് ഉള്ള ആട്ടാണല്ലോ. അങ്ങനെ പിന്നെ എൻ്റെ ഇടയ്ക്കയിൽ കഥകളി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എനിക്കും വല്ലാത്ത കഥകളി പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം കുറച്ച് നാളായി പെർഫോം ചെയ്തിട്ട്. അപ്പം ഋതം എല്ലാം അറിയും, മുദ്രകൾ അറിയും എന്നൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കഥകളിനെ പറ്റി മാസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ലാലേട്ടൻ ശോഭന മാമിൻ്റെ ഫുൾ കഴിഞ്ഞ് ശോഭന മാം യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ നേരത്തെ എൻ്റെ വൈഫിനോട് പറഞ്ഞ് നാളെ ഒരു വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും എടുത്ത് കൊടുക്ക്, സാർ ആടെ പോറേന്ന് പറഞ്ഞു. അപ്പോഴാണ് കാരണം ഞാൻ കഥകളിയൊക്കെ നിർത്തിയിട്ട്, ഞാൻ പണ്ട് എനിക്ക് ഇത്രയും വണ്ണമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ ഈ സ്ട്രെസ് ഈറ്റിങ്ങും ഇതൊക്കെ കൂടിയപ്പോഴും സിനിമയുടെ ഭാഗമായപ്പോഴാണ് ഇതൊന്ന് കൺട്രോൾ ചെയ്തത്. അപ്പം എന്നെ കൊണ്ട് പറ്റുമോ, പണ്ടത്തെ പോലെയൊക്കെ താളം ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ അത് ഭംഗിയാകുമോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ നമുക്ക് ഡാൻസ് കളിക്കുമ്പോൾ ഇത് ഫ്രെയിമിൽ കാണുമ്പോഴാണല്ലോ ഇത് എങ്ങനെ ചെയ്യും. പിന്നെ ഇത് ചെയ്യേണ്ടി വരുന്നത് മോഹൻലാലിന്റെ പോലത്തെ ഒരു വലിയ ലെജൻഡറി ആക്ടറിന്റെ ഒപ്പം നിന്ന് ഡാൻസിന് പേര് കേട്ട മനുഷ്യൻ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്സായി, പ്രഷറായി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഇവരോടൊക്കെ പോയി സഹായം ചോദിക്കുമ്പോൾ ഇവരൊക്കെ പറയും കളിച്ചോ എന്ന് പറയണേ. അവൻ ഞാൻ ഷഫീഖ് എന്ന് പറഞ്ഞ എഡിറ്ററോട് ചോദിച്ചടാ എന്തായിരിക്കും നാളെ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ സാധ്യതയുള്ളതെന്ന്. അവൻ എഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു ഹുക്ക് സ്റ്റെപ്പ് ഉണ്ട്, ആ ഹുക്ക് സ്റ്റെപ്പ് ആയിരിക്കും കളിപ്പിക്കാൻ. അപ്പൊ ഞാൻ അത് എനിക്ക് നയിച്ച. അപ്പൊ എനിക്ക് ചോദിക്കല്ലോ, ഞാൻ ഡയറക്ടറാണല്ലോ, ഇതൊക്കെ മറ്റേതുപോലത്തെ പ്രൈവറ്റ് അയക്കും എന്ന് പറയുമ്പോൾ ഇവൻ എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ വീട്ടിൽ ഇരുന്ന് കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് സ്റ്റെപ്പൊക്കെ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. കാരണം നാണം കിടരുതല്ലോ, കാരണം ലാലേട്ടൻ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു.
ഈ മാസ്റ്റർ ആണെങ്കിൽ ഒരു കാര്യം റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പോയി നിന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ, അപ്പം എന്റെ മോനൊക്കെയാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എന്താ കാണിക്കുന്നത്, അപ്പൊ വയറൊക്കെ ചാടി കേട്ടപ്പോ ഇതൊക്കെ കുറയണമെന്ന് എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവര്. അപ്പം ഇതിങ്ങനെ ഞാനിങ്ങനെ ചെയ്ത് അവസാനം ഒരു രാത്രി 12:30 1 മണി, എനിക്ക് ഉറക്കമില്ല. ഞാൻ ഇവർക്കൊക്കെ മെസ്സേജ് അയക്കണം, എല്ലാവരും കിടന്നുറങ്ങി, ഞാൻ മാത്രം കിടന്ന്. അപ്പം ഏറെക്കുറെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റെപ്പൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വെള്ളയൊക്കെ ഇട്ട് രാവിലെ ചെല്ലുവാണ്. അപ്പൊ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇന്ന് നിന്റെ ഡാൻസ് ആണല്ലോ. അപ്പൊ എല്ലാവരും എന്നെ എന്തോ ഒരു അന്യഗ്രഹ ജീവനെ പോലെ കാണുന്നത്. അപ്പൊ ഞാൻ അവിടെ വന്ന് നിന്ന് ഇങ്ങനെ ഒരു മുണ്ടൊക്കെ കൊടുത്ത് അവിടെ ഇങ്ങനെ വെള്ളയല്ല, അതിങ്ങനെ റാൻഡംലി വന്ന് നിൽക്കുന്ന സമയത്ത് മാസ്റ്റർ വന്നിട്ട് സാർക്ക് സ്റ്റെപ്പ് കാട്ടി കൊടുക്കുകയായിരുന്നു. അപ്പൊ ഏതോ മാസ്റ്ററിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഒരുത്തം വന്നിട്ട് ഒരു പുതിയ സ്റ്റെപ്പ് പഠിച്ച് ഒരു കാര്യം ഇല്ലാണ്ട് ഒരു പുതിയ സ്റ്റെപ്പ്, അങ്ങനെ അത് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ കുറെ സ്റ്റെപ്പ്. അപ്പം കയ്യിന്ന് പോയി കഴിഞ്ഞാൽ വിത്തിൻ അരമണിക്കൂർ ലാലേട്ടൻ വരും. അപ്പൊ ഞാൻ അവിടെ അപമാനം, മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും വലിയ അപമാനം എന്ന് സംഭവിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ വിളിക്കുന്നു, അവിടെ വിളിക്കുന്നു, സ്റ്റെപ്പ് അങ്ങോട്ട് മാറുമ്പോൾ ഇങ്ങോട്ട് മാറും, മൊത്തത്തിൽ അവസാനം ഞാൻ നോക്കിയിട്ട് അവിടെ എൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരാളെ വന്ന് സ്റ്റെപ്പ് പഠിപ്പിച്ച് എൻ്റെ മനസ്സിൽ, ബാക്കി എല്ലാവരും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, പഠിപ്പിക്കാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ ഒരാളെ കിട്ടിയതെന്ന് ഞാൻ നോക്കുമ്പോൾ അമൃത അവിടെ ഇരിപ്പുണ്ട്. അമൃതയാണെങ്കിൽ ഞാൻ നമ്മൾ ആക്ട് ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞു കൊടുക്കണതുകൊണ്ട് അമൃതയ്ക്ക് ഭയങ്കര റെസ്പെക്റ്റാ. അമൃതനെ നമ്മളെ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ്. എന്നെ വന്ന് ഈ സ്റ്റെപ്പ് ഒന്ന് നീ പഠിപ്പിച്ചു തരുമെന്ന് ക്യാരവാൻ്റെ അകത്ത് വന്ന്, ചേട്ടൻ ചെയ്യണ പൊളിയാണ് ചേട്ടാ, ഭയങ്കര സൂപ്പറാണ് ചേട്ടാ, ഒന്നും ചെയ്തില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞൊരു അരമണിക്കൂർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്ന് ചെയ്തതാണ് ആ കണ്ടത്. അത് ഒട്ടും പ്ലാൻഡും അല്ലായിരുന്നു. ഇവരൊക്കെ അത് ഞാൻ പഠിക്കുന്നതും ഞാൻ വേർക്കുന്നതും ഞാൻ തെറ്റിക്കുന്നതും ഒക്കെ എന്ന് വെച്ചാൽ ലാലേട്ടനൊപ്പം ഉള്ളതല്ല, അല്ലാണ്ട് റിഹേഴ്സൽ ടൈമിൽ നിന്ന് തലക്ക് കൈ വെക്കുന്നതൊക്കെ ഫോട്ടോയും വീഡിയോ എടുത്ത് വെച്ചേക്കാം എന്റെ ബർത്ത്ഡേകൾക്ക്. അടുത്ത ചോദ്യം വിൻചേട്ടനോടാണ്. ഇപ്പൊ ആദ്യം നന്മമരമായി, ഇപ്പൊ വെറുപ്പിച്ചു. അപ്പോ അടുത്തത് അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്ന് അതിൽ നിന്ന് എന്നാണ് ഒരു ഡയറക്ടർ ആവുക? എഴുതുന്ന ഇപ്പൊ ടോർപിഡോ വരുവാണല്ലോ, അത് കഴിഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയോ? യെസ്, ഹാപ്പി ആയി, സന്തോഷം. നിങ്ങൾ നല്ല സ്മാർട്ട് ആയിട്ടുള്ള അല്ലേ, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആയിരുന്നു. കാരണം ഇവർ ഉത്തരം പറയുമ്പോഴും അതെ ഇവർ ആൻസേഴ്സ് പറയുമ്പോഴും എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒരു മടി കൂടാതെ നല്ല അടിപൊളി ഒരു ഓഡിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് മിൽമ. അപ്പൊ ഞാൻ ഏറെ ബഹുമാനപൂർവ്വം മിൽമയുടെ സൈഡിൽ നിന്ന് 2 വിശിഷ്ട വ്യക്തികളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് ഫ്രം ദ പാർട്ട് ഓഫ് മിൽമ. സോ ആദ്യം തന്നെ ഞാൻ ഏറെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിൽമ എറണാകുളം റീജിയൻ MD വിൽസൺ ജി പുറക്കാട് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. അതോടൊപ്പം തന്നെ മിൽമ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് മിസ്റ്റർ ശ്രീജിത്ത് നായറിനെ ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഇവർ രണ്ടുപേരും നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ തുടരും എന്ന ഈ ഒരു ഇതിന്റെ ബാക്ക് ബ്രെയിൻ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ, അതെ അതാ ഞാൻ ഒന്നും കൂടെ മിൽമ കേരളം കണി കണ്ടു ഉണരുന്ന നന്മ തുടരും എന്ന ഒരു ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീജിത്ത് സാറാണ്. അതിനുശേഷമാണ് ഇപ്പൊ നമ്മളെല്ലാ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും തുടരും അല്ലെ, അല്ലെങ്കിൽ എല്ലാത്തിന്റെ എൻഡിലും ഒരു തുടരും കൊണ്ട് ആ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ മിൽമയുടെ മാർക്കറ്റിംഗ് ഹെഡായ ശ്രീജിത്ത് സാറാണ്. സോ ഇവർ രണ്ടുപേരും നമ്മുടെ 3 വിശിഷ്ട വ്യക്തികൾക്ക് ടോക്കൺ ഓഫ് ലവ് നൽകാൻ പോവുകയാണ്. ഫസ്റ്റ് തരുൺ ചേട്ടനാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാറ്റ് ഷോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. സോ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും തിരക്കുകൾ മാറ്റിവെച്ച് മിൽമയോട് ഞങ്ങളോടൊപ്പം ഒക്കെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് ഇത്രയും പേഷ്യൻസിനോടെ ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സും നൽകിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വി ആർ വെയിറ്റിംഗ് അനദർ മൂവീസിന് വേണ്ടിയൊക്കെ അല്ലേ, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇനി ഞങ്ങളെ ഞെട്ടിച്ചോണ്ടിരിക്കുക നിങ്ങൾ 3 പേരും. അപ്പൊ താങ്ക് യു സോ മച്ച്, താങ്ക് യു. ആൻഡ് ഗൈസ് നമ്മൾ അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഒരു നല്ല ഉഷാറായിട്ടുള്ള ഒരു കയ്യടി. Yes, and this is Milma Evergreen Contest in association with Milestone Makers. Thank you so much.